ലണ്ടനിലെ കേംബ്രിഡ്ജിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം നാളെ മക്കയിൽ കബറടക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സൗദി സ്വദേശി മുഹമ്മദ് യൂസുഫ് അൽ ഖാസിം കൊല്ലപ്പെട്ടത്. രാത്രി 11:30 താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെ അക്രമികൾ ഇദ്ദേഹത്തെ വളയുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽക്കുകയും ചെയ്തു. കേംബ്രിഡ്ജിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ EF ഇന്റർനാഷണൽ ഭാഷാ കോളേജിൽ വിദ്യാർത്ഥിയാണ് കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് യൂസഫ് അൽ ഖാസിം. രാത്രി 11:30 താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെ ആക്രമികൾ ഇദ്ദേഹത്തെ വളയുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കഴുത്തിൽ 11.5 സെന്റിമീറ്റർ ആഴത്തിലുള്ള കുത്തേറ്റ് തൽക്ഷണം മരണം സംഭവിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. മൃതദേഹം നാളെ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ജനാസ നമസ്കാരത്തിന് ശേഷം കബറടക്കും. അൽ ഷുഹദ ഖബർസ്ഥാനിലായിരിക്കും സംസ്കാരം. സംഭവത്തിൽ ബ്രിട്ടീഷ് പൗരനായ ചാൾസ് കൊറിഗനെതിരെ കേസെടുത്തിട്ടുണ്ട്. കൊലപാതകം, പൊതു ഇടത്തിൽ ആയുധം ഉപയോഗിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കോൺബ്രിഡ്ജ് ക്രൗൺ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇയാളെ വിചാരണക്ക് ഹാജരാക്കിയിരുന്നു. കുറ്റം നിഷേധിച്ചതിനാൽ സെപ്റ്റംബർ 8 സിറ്റിംഗ് മാറ്റുകയാണുണ്ടായത്. 10 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭാഷാ പഠന കോഴ്സിന് വേണ്ടിയാണ് ഖാസിം ഭാഷാ കോളേജിൽ എത്തുന്നത്. നിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.